62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കനക കിരീടം ചൂടി കണ്ണൂർ. 952 പോയിന്റോടെയാണ് കണ്ണൂർ ഒന്നാമതെത്തിയത്. 949 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനം നേടി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നടൻ മമ്മൂട്ടി, മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ എന്നിവരിൽ നിന്ന് ജേതാക്കൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോടോ കണ്ണൂരോ എന്ന ചോദ്യം അവസാനം വരെ നീണ്ടു. ഉത്തരം ലഭിച്ചത് ഹൈസ്കൂൾ നാടക മത്സരത്തിലെ അപ്പീലിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രി അവസാനിച്ച മത്സരത്തിൽ കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തിച്ച വേദി എന്ന നാടകത്തിന് വിധികർത്താക്കൾ ഗ്രേഡൊന്നും നൽകിയില്ല. അപ്പീലിൽ എ ഗ്രേഡ് ലഭിച്ചു. അതോടെ സ്വർണ്ണക്കപ്പ് തിരികെ കൊണ്ടുപോകാമെന്ന കോഴിക്കോടിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കണ്ണൂർ ഒന്നാമതെത്തി. കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ, ഇത്രയേറെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും, ഈ ഉത്സവങ്ങൾ കാണുവാനും, മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോടുകൂടി നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച്, പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അടുത്ത വർഷം പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും കലോത്സവം എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത്. മാനുവലിന്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പതിവ് തെറ്റാതെ മികച്ച സ്കൂളിനുള്ള ട്രോഫി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ സ്വന്തമാക്കി. 5 നാൾ നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് കൊല്ലത്ത് കൊടിയിറങ്ങിയപ്പോഴും ആവേശവും ആരവങ്ങളും അടങ്ങിയിരുന്നില്ല. 24 കൊല്ലം.